ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് അദ്ദേഹം ഈ അയോധ്യ പീഡനക്കേസ് പ്രതിയുണ്ട് മൊയ്തു ഖാൻ. ഇവിടെയൊക്കെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, FIR ഇടുന്നു, പിന്നെ കോടതി കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെയുള്ള ചില നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷേ അവിടെ യോഗി അങ്ങനെയല്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അദ്ദേഹം ബുൾഡോസർ വെച്ച് തകർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. പിന്നീടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെ ഈ മൊയ്തു ഖാനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ, പീഡനക്കേസിലെ പ്രതിയാണ്, സ്ഥാപനങ്ങൾ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി. അപ്പോൾ നേരത്തെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മാതൃകാപരമായ നടപടിയാണോ എന്നുള്ളതാണ്. മാതൃകാപരമായ നടപടിയാണോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു സന്തോഷം ജോണിനും ഇല്ലേ? SP ഒരു നേതാവാണ് ഇയാൾ, മുസ്ലിം പ്രദേശത്തുള്ളൊരു നേതാവ്. ഇയാൾ കൂട്ടമാന ഭംഗത്തിന് ഒരു ദളിത് പെൺകുട്ടിയെ, അതിന് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കൂട്ടമാന ഭംഗത്തിന് ഇരയാക്കിയത്. അതായത് ഒരു പാർട്ടിയുടെ നേതാവ്, ഒന്ന് വലിയ കോടീശ്വരനാണ്, രണ്ട് സമൂഹത്തിനോട് ബാധ്യതയുള്ള ആളാണല്ലോ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തിക്കേണ്ട ആൾ. അയാൾ സമൂഹത്തിന് ദ്രോഹമെന്ന രീതി വരാൻ പാടില്ലല്ലോ. മൂന്നാമത് നിങ്ങൾ പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. നിയമപരമല്ലാത്തതല്ല യോഗി ചെയ്തേക്കുന്നത്. എൻ്റെ പേര് കേസെടുത്തു, ഇയാളെ അകത്തിട്ടു. ഇയാളുടെ ബാക്കി വയർ റിപ്പോർട്ട്സൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അനധികൃതമായിട്ട് സർക്കാരിൻ്റെ സ്ഥലത്ത് കിട്ടിയേക്കുമോ. ശരി. ഷോപ്പിംഗ് മാള് അനധികൃതമാണ്, അത് ബേക്കറി ഉണ്ടായിരുന്ന അതെല്ലാം അനധികൃതമാണ്. മാത്രമല്ല ഈ പീഡനത്തിന് ശേഷം ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടി ഇവരുടെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി കുടുംബത്തിൻ്റെ. അതിനകത്ത് 2 പ്രതികൾ വീണ്ടും ഉണ്ട്, മുഹമ്മദ് റഷീദ്, ജെയിൻ സിംഗ് റാണ, അവരുടെ പേരും കേസെടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി. ഇദ്ദേഹം യോഗി ആദിത്യനാഥ് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ച് കാര്യവിവരങ്ങളെല്ലാം തിരക്കി, കേസെടുത്തതിന് ശേഷമാണ് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് ഇറങ്ങി വന്നപ്പോഴേ അതെല്ലാം ചെയ്തത്. അതായത് UP ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ടാണ് UP ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഏറ്റവും മോശമായ ഒരു സംസ്ഥാനം. ഇതിനകത്തിപ്പോൾ വലിയ പ്രചരണം വരുന്നുണ്ട്, മുസ്ലിങ്ങളുടെ വീട് അടിച്ചു കയറുന്നു. അതൊക്കെ ജിഹാദി ഗ്രൂപ്പുകളുടെ പരിപാടിയാണ്. അവിടെ 4 കോടി മുസ്ലിങ്ങളുണ്ട്. അതിനകത്ത് ഈ മൊയ്ത് ഖാൻ അവൻ്റെ വീടും ഷോപ്പിംഗ് കോംപ്ലക്സും എന്തുവാ അല്ലെങ്കിൽ ബേക്കറിയൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവൻ്റെ പണി അതാ. നേരത്തെ ഈ മാതിരി പണി ചെയ്യുന്നവർക്ക് ഇത് തന്നെ അവിടെ കിട്ടിക്കൊണ്ടിരുന്നേ. 87% ആൾക്കാർക്ക് മുഖ്യമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥിരിക്കുന്നതിനകത്താണ് താല്പര്യം. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. BJP എന്ന ലെവലിലല്ല. യോഗി അവിടുത്തെ മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടുത്തെ മാഫിയ, ഗുണ്ട, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ഇതൊക്കെ അല്ലെങ്കിൽ ആ മാഫിയ എല്ലാം പോയി. അതുപോലെ ആ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമേഖലയിൽ ഭയങ്കര വ്യത്യാസമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ UP ഒക്കെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി. അതുപോലെ ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണം, എവിടെ പ്രശ്നം ഉണ്ടായാലും. കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു ഇതുപോലൊരു പീഡന കേസ് വന്നു. അപ്പോൾ അതിന് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ അങ്ങ് കേസ് ജാമ്യം കിട്ടുന്ന വകുപ്പനുസരിച്ച് ഒതുക്കി തീർത്ത് 2 പരാതിയായിട്ട് യോഗി എടുത്തു വന്നു. യോഗി അന്വേഷിച്ചതിന് ശേഷം ഏതാണ്ട് ADGP റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കേസും എടുത്തു, പ്രതികളെയും പിടിച്ചു. അപ്പോൾ ആ രീതിയിലേക്ക് കരുത്തുറ്റ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പം അത്തരത്തിൽ കരുത്തുറ്റ ഭരണാധികാരിയാണെന്ന് കണ്ടുകൊണ്ടാണ് അതിനകത്ത് അദ്ദേഹത്തെ മാറ്റേണ്ടെന്ന് RSS തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില കുഴപ്പങ്ങൾ അവിടെ വന്നു. അത് പാർട്ടിക്കകത്ത കുഴപ്പങ്ങളാവാം. അതാണല്ലോ ഒരു കേശവ പ്രസാദ് മൗര്യ മുഖ്യമന്ത്രി, അദ്ദേഹം OBC ആണെന്ന് പറഞ്ഞുകൊണ്ട് ചില നീക്കങ്ങളും പാർട്ടിക്കെതിരെ ചില നീക്കങ്ങളും പാർട്ടിയാണെന്ന് ഇൻഡയറക്റ്റായിട്ട് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ യോഗിയുടെ കുഴപ്പം കൊണ്ടാണെല്ലാം സംഭവിച്ചെന്നുള്ള രീതിയിലുള്ള വർത്തമാനമൊക്കെ വന്നു. ഇന്നലെ അദ്ദേഹം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുണ്ടല്ലോ പത്തടത്തെ, അത് പ്രചരണത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി, അതായത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും നല്ല മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണെന്നാണ്. ഇപ്പം തന്നെ ഏറ്റവും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ 13 ലക്ഷം ആൾക്കാർക്ക് ശമ്പളമില്ല, സർക്കാർ ഉദ്യോഗസ്ഥർ. കാരണം അദ്ദേഹം സ്വത്തുവരം വെളിപ്പെടുത്താൻ പലവട്ടം പറഞ്ഞു കേട്ടില്ല. അത് ആർക്ക് സാധിക്കും അങ്ങനെ തീരുമാനിക്കാൻ? അത് തീരുമാനിക്കണമെങ്കിൽ അതിനകത്ത് മടിയിൽ കനമില്ലാത്ത, വഴി ഭയക്കണ്ടാത്ത ആൾക്കാർക്കൊക്കെ പറ്റത്തുള്ളൂ. നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മടിയിൽ കനമുണ്ടെങ്കിൽ വഴിയിൽ ഭയന്നാൽ മതിയെന്ന്. മോദിക്ക് ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ആരുടെയും ആളല്ല, ഒരു സന്യാസിയാണ്, സന്യാസിയായിട്ട് ജീവിക്കുന്നു. അച്ഛൻ മരിച്ചണൊക്കെ അദ്ദേഹം വീട്ടിൽ പോയിട്ടില്ല, അറിയാം നിങ്ങൾക്ക്. എന്നുവെച്ചാൽ അതിന് ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു. മാത്രമല്ല സന്യാസിക്ക് അങ്ങനെ അവരുടെ ഇതനുസരിച്ച് പോകണ്ട, കാരണം ഇപ്പം ആരും ഇല്ലല്ലോ. സന്യാസി എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു ശരീരവും ആ ഒരു ഇതും ആ ബന്ധങ്ങളൊന്നും വിടുതലാണ്. ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓരോ. മാത്രമല്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹം വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പ്രതികരിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്, കൂട്ടമുണ്ട്. അത് നമ്മുടെ നേപ്പാളിൽ
ഇദ്ദേഹം പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ നേപ്പാൾ പോലും ചിലപ്പോൾ ഇന്ത്യയോട് കൂടി ചേരുന്നു. കാരണം നേപ്പാൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കണ്ടവനുണ്ട്, ഈ സന്യാസി ഇദ്ദേഹത്തിൻ്റെ മഠത്തുമായിട്ട് ബന്ധപ്പെട്ട സന്യാസി സമൂഹത്തിൻ്റെ ഡിവോട്ടീസ്. അപ്പോൾ പാർട്ടിക്കപ്പുറം ഭയങ്കര ജനസ്വാധീനം എല്ലാ മേഖലയിലും ഉള്ളൊരു മനുഷ്യനാണ്. ഒരു സന്യാസി ഭരണാധികാരി ആയതുകൊണ്ട് അവിടെ ഗുണമുണ്ട്. 10-24 കോടി. ഒരു കാര്യം, ഈ സന്യാസി ആണ് അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇങ്ങനെ വളരെ കുറ്റകൃത്യങ്ങൾക്കെതിരെ, നമുക്കറിയാം നേരത്തെ പറഞ്ഞല്ലോ UP എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളുടെയും മാഫിയകളുടെയും എല്ലാ അർത്ഥത്തിലും അവിടെ ആ രീതിയിലുള്ള ആളുകൾ, രാഷ്ട്രീയമായാലും സമ്പന്നരുടെയും ജാതി ആയാലും എല്ലാം ആ രീതിയിൽ തന്നെയുള്ള ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം പലപ്പോഴും ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ അത് വളരുകയും ചെയ്തിട്ടുണ്ട്. ഈ മാഫിയകളുടെ ഒക്കെ ബന്ധവും ജാതീയമായ തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന് എപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക ഇങ്ങനെ നിയന്ത്രിക്കണം ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ? നിയമപരമായി അത് പൊയ്ക്കോട്ടെ, അതോടൊപ്പം തന്നെ അത് ഭയപ്പെടുത്തുകയാണല്ലോ. ഇത് ചെയ്താൽ ഇങ്ങനൊരു അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പലരെയും പിടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ചില ഇപ്പോൾ ഗുണ്ടകളെയൊക്കെ കുത്തിക്കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ കുത്തിക്കൊന്ന് അതിൻ്റെ വാർത്ത വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാളുടെ പേര് 40 കേസുണ്ട്. ഈ 40 കേസുണ്ടായിട്ടും പുള്ളി പുറത്താണ്, ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ അവിടെ അങ്ങനെയല്ല. അപ്പോൾ അവർ ഭയമില്ല. 40 കേസുള്ളവന് ഭയം ഉണ്ടെങ്കിൽ പിന്നെ അവൻ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തില്ല. പക്ഷേ അവിടെ അങ്ങനെയല്ല. ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അയാളെ ഈ ബുൾഡോസർ കൊണ്ടുവന്ന് വീട് തകർക്കുക, സ്ഥാപനം തകർക്കുക. വീട് തകർക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വീട് കെട്ടിപ്പോക്കണമെങ്കിൽ കുറേയധികം പിന്നെ സമ്പത്തുണ്ടാക്കണം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, താമസ സൗകര്യം എല്ലാം ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴായിരിക്കും അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്ന് എപ്പോൾ തോന്നിയിട്ടുണ്ടാവും? UP വളരെ 26ാമത്തെ വയസ്സ് തൊട്ട് അദ്ദേഹം UP MP ആണ്. 5 തവണ MP ആയിട്ടുള്ള മനുഷ്യനാണ്. ഏതാണ്ട് 90 കാലഘട്ടത്തിൽ 93 കാലഘട്ടത്തിൽ വീട് വിട്ടിറങ്ങി സന്യാസം സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ UP കേന്ദ്രീകരിച്ചാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ആശ്രമം. അപ്പോൾ ഇദ്ദേഹത്തിന് UP യെ പറ്റി ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഹിന്ദു യുവവാഹിനി എന്ന് പറഞ്ഞൊരു സ്വന്തം സംഘടനയുണ്ട്. ഒരു പ്രാവശ്യം അമിത്ഷായ്ക്ക് ഒരു വിഷയം വന്നപ്പം ആ സംഘടന RSSനപ്പുറം നേരിട്ട് നിന്നിട്ടാണ് ആ വിഷയം പരിഹരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്ന സംഘടനാ ബലവും സംവിധാനങ്ങളും, അല്ലെങ്കിൽ താഴെ തട്ട് വരെയുള്ള പൾസും അറിയാവുന്നൊരു ആൾ തന്നെയാണ്. സന്യാസി അദ്ദേഹത്തിൻ്റെ ഗുരു മരിച്ചതിന് ശേഷം, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്, അദ്ദേഹം നേരത്തെ MP ആയിരുന്നു, ശേഷം ആ മഠത്തിൻ്റെ തലവനാവുകയും പിന്നെ MP ആവുകയൊക്കെ ചെയ്തതാണ്. അപ്പം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹത്തിന് അറിയാം. അവിടെ UP പോലുള്ള സംസ്ഥാനത്തിൽ, ഇത്രയും വലിയൊരു സംസ്ഥാനം, ഏതാണ്ട് 80 ലോക്സഭാ മണ്ഡലമുണ്ട്, 24 കോടി ജനമുണ്ട്, അതിനകത്ത് 4 കോടി മുസ്ലിമുണ്ട്, അതിനകത്ത് വിവിധ ജാതി സംവിധാനങ്ങളുണ്ട്. അപ്പം ആ സംസ്ഥാനത്ത് നടക്കുന്ന മാഫിയ അല്ലെങ്കിൽ മാഫിയ ബന്ധങ്ങളും, അല്ലെങ്കിൽ മാഫിയ ഗ്യാങ് വാറും, മാഫിയകൾ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തതും അതിനെ വെച്ച് മുതലെടുക്കുന്നതും ഈ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഭരണം വരണമെങ്കിൽ ഈ മാഫിയ ഗ്യാങ് മാറിയിട്ട് ജനം നേരിട്ട് ഭരിക്കുന്ന, അല്ലെങ്കിൽ ജനം സമ്മതിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. അതിനു മുമ്പുണ്ടായെന്ന് പറഞ്ഞാൽ മാഫിയ സമ്മതിക്കുന്ന ഗവൺമെൻറ്റാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ മാഫിയ ഗ്രൂപ്പ് സമ്മർദ്ദം ചെലുത്തുന്നു, ചില പ്രദേശങ്ങളിൽ അവരുടെ കയ്യിലാവുന്നു, അവർ വോട്ട് ചെയ്യിക്കുന്നു, വോട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന ആൾ ജയിച്ചില്ലെങ്കിൽ അവിടെ അക്രമം നടത്തുന്നു. അപ്പോൾ അത് വോട്ട് ചെയ്യിക്കുന്നത് പോലും മാഫിയയായിട്ട് മാറുന്ന ഒരു രീതി, പ്രദേശങ്ങളുടെ സമ്പത്ത് കൈയാളുന്നത് മൊത്തം മാഫിയ ആവുന്ന രീതി, ഇതിൻ്റെ ഒരു വിഹിതമൊക്കെ രാഷ്ട്രീയ പാർട്ടി, ഒരു പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ കൈപ്പറ്റി മാഫിയയെ വെച്ച് ആ നാട് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് UP എന്ന് പറയുന്നത്. ഇത് ബീഹാറിലുണ്ടായിരുന്നു ലാലു പ്രസാദിൻ്റെ കാലത്ത്. അതൊരു പരിധിവരെ മാറിയത് നമ്മൾ ഈ പറയുന്ന നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ ചില നിൽക്കുന്നിടത്ത് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും അഴിമതിക്കാരനല്ല. അപ്പം ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ മാറണം. അതിനകത്ത് സ്വയംകൃതമായിട്ടുള്ള, അതായത് സ്വന്തം കുടുംബവും, അല്ലെങ്കിൽ നാളെ കാലത്തെ ആ കുടുംബത്തിൻ്റെ കയ്യിൽ ആ പാർട്ടിയും സംസ്ഥാനമൊക്കെ ഇരിക്കുന്നത് എന്ന് തോന്നാത്ത രീതിയിലേക്കുള്ള ഭരണാധികാരികൾ വേണം. അതായത് ഒരു സന്യാസി തന്നെ ഭരണാധികാരി ആവുന്നതാണ് ശരിയെന്നാണ് ഇപ്പം പ്രധാനമന്ത്രിയെ നോക്കുമ്പോഴും യോഗിയെ നോക്കുമ്പോഴും ഒക്കെ മനസ്സിലാവുന്നത്. കാരണം ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് ആർക്കും കൊടുക്കാനൊന്നും ഇല്ലല്ലോ, കൊടുക്കാൻ. അപ്പോൾ പിന്നെ ജയലളിതയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും, മനസ്സിലാവുന്നില്ല, അത് സന്യാസി അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം മമതാ ബാനർജിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും, അവർക്കും അനുദ്രവൻ്റെ കെയർ ഓഫ് ഉണ്ട്. അപ്പം ഈ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന അവരുടെ കർമ്മം ജനത്തെ സേവിക്കുക
വിചാരിക്കുന്ന ഭരണാധികാരികളാവുമ്പോഴാണ് ഇത്തരത്തിൽ ഈ രീതിയിലുള്ള. അപ്പോൾ ഇവരെ ഈ പറയുന്ന അദ്ദേഹം ഉൾക്കൊള്ളുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ഭഗവത്ഗീതയും മറ്റു കാര്യങ്ങളും മറച്ചു നോക്കേണ്ട, അല്ലെങ്കിൽ ഈ ഹിന്ദു പുരാണത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൂ. ശത്രുവായിട്ട് വരുന്നവനെ അല്ലെങ്കിൽ മാഫിയായിട്ട് വരുന്നവനെ അതേ രീതി കൈകാര്യം ചെയ്യണം എന്നുള്ള തത്വത്തിൽ നിൽക്കുന്നതാണ് ആ പുള്ളി. ശത്രുവായിട്ട് വരുന്ന ആളിനെ ഗാന്ധിജി തത്വമൊന്നും അല്ല യോഗിയുടേത്. വാളെടുത്ത് നിൽക്കുന്നവനെ പേടിച്ച് തിരിച്ച് വാൾ കൊണ്ട് തന്നെ നേരിടണം എന്നുള്ള ശാസ്ത്രവും ഭൂമിശ അല്ലെങ്കിൽ ആ തത്വമൊക്കെ പേറുന്ന ഒരു യുവവാഹിനിയും അതിൻ്റെ സംഘടനകളും ഒക്കെയുള്ള ആളാണ് യോഗി. അതുകൊണ്ടാണ് ഗുണ്ടകളുടെ അടുത്ത് പറഞ്ഞത് മര്യാദയ്ക്ക് വന്നു നിന്നോ അല്ലെ വെടിവെച്ച് ഞാൻ കൊല്ലും. ഗുണ്ടകൾ തൊഴുതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ, കാരണം ജീവിച്ചെങ്കിലും ഇരിക്കാമല്ലോ, മരിക്കില്ല, ജയിലിലെങ്കിലും കിടക്കാമല്ലോ. അപ്പോൾ പലരും പല സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യം ഏതോ ഒരു പരിപാടിക്കകത്ത് യോഗിയുടെ കൂടെ പോയപ്പം ഒരാൾ ഒരു കട നടത്തുക, പച്ചക്കറി കട. അപ്പോൾ ഇയാളെ നേരത്തെ അറിയാം, യോഗി മുഖ്യമന്ത്രി ടീം. അപ്പം യോഗി എടുത്തുവന്ന് ഭവ്യമായിട്ട് സംസാരിച്ചു. അപ്പം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം യോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ അവിടെ വായിച്ചതായത് കേട്ടോ. നമുക്ക് ചോദിച്ചാൽ പറഞ്ഞു അയാൾ വലിയൊരു ഗുണ്ടയല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവൻ ഗുണ്ടയായിരുന്നു, എൻ്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞനുസരിച്ച് ഇതായി അദ്ദേഹത്തിന് കടയിട്ട് കൊടുത്തു. ഗവൺമെൻറ് അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടിയിൽ കൊണ്ടൊരു കടയിട്ട് കൊടുത്ത് മാന്യമായിട്ട് ജീവിക്കുകയാണ്. മനസ്സിലായി? അപ്പം അങ്ങനെ ജീവിക്കുന്നവരവിടെ ജീവിക്കും. അല്ലാത്തവൻ ഗുണ്ടയായിട്ട് മാഫിയ ബന്ധവും അല്ല ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ബലാത്സംഗവും മറ്റ് ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഉള്ള ആളിനെ അവിടെ വേണ്ടാന്ന് തീരുമാനിച്ചാണ് യോഗി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് യോഗിക്ക് ജനപിന്തുണയുള്ളത്. അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം RSS വിചാരിക്കുന്നത് യോഗിയെ മുഖ്യമന്ത്രിയാക്കിയാൽ UP പിടിക്കാൻ പറ്റുമെന്ന്. UPയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന ജാതി മതത്തിൻ്റെയും മതത്തിനകത്ത് മതവും ജാതിക്കകത്ത് അതുമുള്ള വിവിധ ജാതി സംഘടനകളുടെ പാർട്ടി തന്നെ ഏതാണ്ട് 5 വരുന്ന പാർട്ടിയോട് തോന്നുന്നു. അതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് 10 കൊല്ലം കൊണ്ട് തുടർച്ചയായിട്ട് ഭരണം കൊണ്ടുവരാൻ UPയിൽ BJPക്ക് പോലും സാധിച്ച യോഗിയെ കൊണ്ടാണ്. ഇപ്പം അതിനകത്ത് തൊഴുത്തിക്കുത്ത് ഉണ്ടായിക്കൊണ്ട് വന്നത് വേറെ ചില കാര്യങ്ങൾ, അതൊക്കെ മാറ്റി ഇപ്പം യോഗിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ തന്നെയാണ് ജനം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ യോഗിക്ക് ഫാൻസ് കേരളത്തിലുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനത്തുള്ളവനെ ഇങ്ങനെ ചെയ്യണം. രാജ്യത്തിന് വിരുദ്ധമായിട്ടും അല്ലെങ്കിൽ ജനത്തിൻ്റെ പണം കൊള്ളയടിക്കുന്നവനും ജനത്തിനെ ചൂഷണം ചെയ്യുന്നവനും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഹേമന്ത് വിശ്വശർമ്മയോടും യോഗിയുടെ കൂട്ടും ഒക്കെയുള്ള ആൾക്കാർ വരണമെന്ന് അഭിപ്രായമുള്ളവർ പലരും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ യോഗിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്. അതിനപ്പുറം അഭിപ്രായമുള്ളവരെന്ന് പറഞ്ഞാൽ അത് വേറെ ചില സോക്കേടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അഭിപ്രായം. അപ്പോൾ യോഗി അങ്ങനെ അങ്ങോട്ട് പോകട്ടെ, ജനത്തിന് ഗുണമാവട്ടെ. യോഗി ഒരു സന്യാസി ആയതുകൊണ്ട് ആ നാട് രക്ഷപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത്. യോഗിയുടെ ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് നമുക്ക് അവസാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.